രാമയ്യൻ? ആമാ സാർ. വാ. ഇതിനു മുമ്പ് എത്ര പേര് നീ കഴിവിലേറ്റിട്ടുണ്ട്? 8 பேர் சார். എവിടെയൊക്കെ വെച്ച്? 3 பேர் வேலூர்ல, மீதி மதுரையில. கடலை சாப்பிட்றீங்களா? உடம்புக்கு நல்லது சார். அதான். കയർ കൊണ്ടുവന്നിട്ടുണ്ടോ? ஓ, கொண்டு வந்துருக்கேன். ஃபர்ஸ்ட் கிளாஸ் கயிறு. இது ஆட்டோ மணிக்காக தயார் பண்ணிச்சு. அவனுக்கு நேரம் வரல. പിന്നെ കയറ. இதுல ஏறதுக்குள்ள நம்ம சிவம் போயிரும் போல இருக்கு. சார், நான் யாரோ தூக்குல போடணும்? നിന്റെ തന്തയ്ക്ക്. அவர் போய் 10 வருஷம் ஆச்சே. കേട്ടിട്ടുണ്ടോടാ മരക്കാരെ കുറിച്ച്? இந்த மறைக்காரு, இந்த கருவாடு வைக்கிறார் അവരാ? കരുവാട് വിൽക്കണ മരക്കാരല്ല. നിന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടോ പറഞ്ഞില്ലേ? ഹൈദർ മരക്കാരെയാ കഴിവിലേറ്റേണ്ടെന്ന്. ഹൈദരാ இருந்தாலும் யாரா இருந்தானே எல்லாருக்கும் இந்த கயிறு தான். ഇവൻ ജീവനോടെ തിരിച്ചു ചെല്ലണമെന്ന് ആർക്കാ നിർബന്ധം? അതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തത്. ശരി വിട്ടോ. എങ്ങനെയാണ് മിസ്റ്റർ തമ്പ്യാർ? ജയിൽ ജീവനക്കാർ 2 പേരും സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. ആരാച്ചാർ? ആരാച്ചാർ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. ആ, മിസ്റ്റർ ജോസ് തരുമാൻ, ആരാച്ചാർക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞോ? സോറി സർ, രാമയ്യൻ ഇസ് ഡെഡ്. എന്താ? ഹൈദർ മരക്കാരെ തൂക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും വന്ന രാമയ്യൻ എന്ന ആരാച്ചാർ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ആ വിവരമൊക്കെ മന്ത്രി കൊല്ലത്ത് വെച്ച് തന്നെ അറിഞ്ഞു. ഒപ്പം ഉണ്ടായിരുന്ന 2 ജയിൽ ജീവനക്കാരും മരിച്ചില്ലേ? DIG എന്താ ആദ്യം പറയാഞ്ഞത്? അതൊരു ആക്സിഡന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല സാർ. ഹൈദറുടെ ആളുകൾ... ആ ലോറി ഡ്രൈവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലില്ലേ? ഉണ്ട്. താൻ ഹൈദറുടെ ആളാണെന്നാണ് പറഞ്ഞോ? ഇല്ല. ആണെന്നുള്ളതിന് പോലീസിന്റെ പക്കൽ തെളിവുണ്ടോ? ഇല്ല. ആ ലോറി ഹൈദറുടെ ആണോ? അല്ല. പിന്നെ നിങ്ങളുടെ സംശയത്തിന് എന്താ അടിസ്ഥാനം? ഇനി എന്താ വേണ്ടത്? മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഒരു എക്സിക്യൂഷണറെ... തീഹാർ ജയിലിൽ നിന്നും ഏർവാദ ജയിലിൽ നിന്നും ആരാച്ചാർ വരാമെന്ന് ഏറ്റിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇനി ഏത് സ്റ്റേറ്റിൽ നിന്ന്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എല്ലാം തികഞ്ഞ ഒരു അക്ഷയപാത്രമാണല്ലോ തന്റെ സുഹൃത്ത് നരസിംഹമന്നാടിയാർ. പറ, ആരാച്ചാരെ എവിടെന്നെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരാൻ. എന്നോട് ചോദിച്ചില്ല. നമ്മുടെ ജയിലിലെ ആരാച്ചാരെ കുറിച്ച് ഒരു വിവരവുമില്ലേ? ഇല്ല സാർ. ജയിലിലുണ്ടായിരുന്ന അഡ്രസ്സിൽ അയാളെ കുറിച്ച് അന്വേഷിച്ചു നോക്കി. പെൻഷൻ ആയതിനു ശേഷം ആളവിടെ താമസം മാറി. എവിടേക്കാണ് മാറിയതെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല. ഡെത്ത് വാറന്റ് ആയി കഴിഞ്ഞതാ. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ആരാച്ചാരെ അന്വേഷിച്ചു പോണോ? പകരം ഒരാളെ കിട്ടുന്നത് വരെ എക്സിക്യൂഷൻ നീട്ടിവെക്കുക. ഡെത്ത് വാറന്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ലല്ലോ. യുമേക്കോ സാർ. മിസ്റ്റർ മാരാർ, നമ്മുടെ ഡോഗ് സ്ക്വാഡിൽ ഒരു പട്ടി പ്രസവിച്ചു എന്ന് കേട്ടു. എന്റെ ഭാര്യയ്ക്ക് ഒരു പട്ടിക്കുട്ടിയെ വേണം. സാർ, മന്നാടിയാറില്ലേ? ഉണ്ട്, പൂജാമുറിയില്ല.
അരുത്. കാരണമില്ലാതെ ആ മണി ഉപയോഗിക്കരുത്. ഇത് സമയം അറിയിക്കാനുള്ള നാഴികമണിയാണോ? അല്ല സാർ, ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. ഈ ഗ്രാമത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഏത് അർദ്ധരാത്രിയിൽ ഈ മണി ഉപയോഗിക്കാം. മണിയടിച്ചവർ ആരായിരുന്നാലും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നാലും അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഈ വീട്ടിലുള്ളവർ ജലപാനം കഴിക്കും. തലമുറകളായി തുടർന്നു വരുന്ന ഈ സമ്പ്രദായം ഇന്നും തുടരുന്നു. ഇന്നും ഇക്കാലത്തും? അതെ. ഭരണസമ്പ്രദായങ്ങളൊക്കെ മാറിയെങ്കിലും കാമാക്ഷിപുരംകാർക്ക് മന്നാടിയാർ ഇപ്പോഴും രക്ഷിതാവ് തന്നെ. ഇപ്പോഴും ഈ മണി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ധാരാളം. ഈ മണി ഉപയോഗിച്ചവരുടെ കഥകൾ പറയുകയാണെങ്കിൽ ചരിത്രം തന്നെ എഴുതേണ്ടി വരും. അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഇപ്പോഴുള്ള മന്നാടിയാരുമായി ബന്ധപ്പെട്ടതാണ്. നരസിംഹ മന്നാടിയാരുമായിട്ട്? അതെ. ഈ ഗ്രാമത്തിലുള്ളൊരു ചിദംബരം ഇപ്പോഴത്തെ മന്നാടിയാരുടെ കയ്യിൽ നിന്നും കുറെ രൂപ കടം വാങ്ങി. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, മന്നാടിയാർ കൊടുത്ത പല അവധിയും അയാൾ മുടക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആരാനിയാ മണിയടിച്ചേ? അറിയില്ല ചേട്ടാ. ചിദംബരം. അയ്യോ, തമ്പുരാനും. ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടിയൊന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആരാ? മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കവളെ. മൈഥിലി. ഈ കത്തെഴുതിയത് നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്. മുഴുവനും വായിക്കേ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും
ഈ 10 സെന്റ് പുരയിടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റ് കിട്ടുന്ന പണം അങ്ങക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ, ചിദംബരത്തിന്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ്. ഈ കത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ, നീ തന്നെ പറയും. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമൻ നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതാണോ? തമ്പുരാൻ എന്തായി പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എടയങ്ങടെ കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും. വരദക്ഷിണ വയ്ക്കാം കറുകവയൽ കുരുവി, മുറിവാളൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. ഓ കറുകവയൽ കുരുവി, മുറിവാളൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി. നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. ഓ കറുകവയൽ കുരുവി, മുറിവാളൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി. പുതുപുലരുളി നിൻ തിരുനെറ്റിക്കൊരു തൊടുകുറിയണിയിക്കും, ഇളമാന്തളിരിൻ നറുപുഞ്ചിരിയിൽ കതിർ മണ്ഡപമൊരുങ്ങും. പുതുപുലരൊളിയിൽ തിരുനെറ്റിക്കൊരു തൊടുകുറിയണിയിക്കും, ഇളമാന്തളിരിൻ നറുപുഞ്ചിരിയിൽ കതിർ മണ്ഡപമൊരുങ്ങും. അവനെന്റെ പ്രാണനിൽ പരിമളം നിറയ്ക്കും. ഓ കറുകവയൽ കുരുവി, മുറിവാളൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. ഓ കറുകവയൽ കുരുവി, മുറിവാളൻ
മണിത്താലിയായ കഥ കൊള്ളാലോ. ഇനിയുണ്ട് ഇതുപോലെ രസകരങ്ങളായ പല കഥകളും. നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ ബീഹാറിലെയും യാർവാദയിലെയും എക്സിക്യൂഷനെ കിട്ടുകയെന്ന് ഞാൻ അന്വേഷിച്ചത്. ആദ്യം അവർ വരാൻ തയ്യാറായതാ. തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവർ പിന്മാറി. അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെയാ രാമയ്യനെ അയച്ചത്. പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും നരസിംഹൻ? ഒരു മാർഗേ ഉള്ളൂ. എങ്ങനെയും നിങ്ങളുടെ ജയിലിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കുക. എന്താ അയാളുടെ പേര്? ഭൈരവൻ. അവനെവിടെയായിരുന്നാലും ശരി കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം.